സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മധുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ. മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സഭയുടെ പ്രേക്ഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന. സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്തോമയുടെയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാന്തോ മിഷൻ ക്വിസ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൃശ്യസുന്ദരമായ വയനാട്ടിലെ 50 വർഷം പിന്നിട്ടുകൊണ്ട് മികച്ചൊരു രൂപതയായി മാറിയിരിക്കുന്ന മാനന്തവാടി രൂപത. അനന്തമായ കാട്, അവസാനിക്കാത്ത മുളംകൂട്ടങ്ങൾ, ജീവൻ ഊറ്റിക്കുടിക്കുന്ന മലമ്പനി, കോട, മൂടൽമഞ്ഞ് എന്നിവയിൽ നിന്നും ഒന്നും പിന്മാറാതെ തിരുവിതാംകൂറിൽ നിന്നും 1948 കുടിയേറി പാർത്ത ഒരു ഇടവക ജനമാണ് നടവയൽ ഹോളി ക്രോസ് മേജർ ആർക്കി എപ്പിസ്കോപ്പലിലെ ജനങ്ങൾ. അവരുടെ മുൻപിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. നമ്മുടെ പ്രേക്ഷിത വാഹിനി നിറയെ സമ്മാനങ്ങളായി ഇവിടെ നിൽക്കുമ്പോൾ നമുക്കിന്ന് അവശേഷിക്കുന്നത് 3 പാർട്ടിസിപ്പൻസ് ആണ്. ബാക്കി നിൽക്കുന്ന 3 പാർട്ടിസിപ്പൻസിനെയും ഏറെ സ്നേഹത്തോടെ പ്രേക്ഷിത വാഹിനിയിലേക്ക് സ്വാഗതം ചെയ്യാം. അങ്ങനെ 4 പാർട്ടിസിപ്പൻറ്റിൽ നിന്നും 3 പാർട്ടിസിപ്പൻ്റ് ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇവരുടെ 3 പേരുടെയും മനസ്സിൽ അടുത്തതായിട്ട് ഞാൻ പ്രേക്ഷിത വാഹിനിയിൽ കയറുമെന്ന് നല്ലൊരു ഉറച്ച വിശ്വാസവും ഒരു സന്തോഷവും ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഉണ്ട്. പക്ഷെ അങ്ങനെ വെറുതെ ആഗ്രഹിച്ച പോരാ, ഞങ്ങളൊരു ഗെയിം തരും. ആ ഗെയിമിൽ ജയിക്കുന്ന ആളായിരിക്കും അടുത്തതായിട്ട് ഈ പ്രേക്ഷിത വാഹിനിയിലേക്ക് കയറാൻ പോകുന്നത്. ഗെയിം കൊടുത്താലോ? നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ തല ആട്ടിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ നമ്മുടെ പാർട്ടിസിപ്പൻസ് എനിക്ക് തോന്നുന്നു ടെൻഷനല്ലേ? എന്തായിരിക്കും ഗെയിം? ടെൻഷൻ ഉണ്ടോ? ഇല്ല, ചെറുതായിട്ട് ടെൻഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒത്തിരി ടെൻഷൻ അടുപ്പിക്കണ്ട, ആ ഗെയിം അങ്ങ് പറഞ്ഞു കൊടുത്തേക്ക്. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇവരോടും ചോദിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. വളരെ ചുരുങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പറയുന്ന പാർട്ടിസിപ്പൻ്റ് ആയിരിക്കും അടുത്തതായി നമ്മുടെ പ്രേക്ഷിത വാഹിനിയിലേക്ക് കയറാനായിട്ട് പോകുന്നത്. 10 സെക്കൻഡേ നിങ്ങൾക്ക് തരുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫലങ്ങൾ പറയുന്നവരായിരിക്കും പ്രേക്ഷിത വാഹിനിയിലേക്ക് കയറാൻ പോകുന്നത്. റെഡിയല്ലേ? റെഡി 1 2 3 സ്റ്റാർട്ട്. ജ്ഞാനം, ബുദ്ധി, ആത്മശക്തി. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് പറയേണ്ടത്. അറിയില്ല. അപ്പൊ അടുത്ത ആള് പറഞ്ഞോളൂ. സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, കാരുണ്യം, നന്മ, ദീർഘശാന്തത, ആർദ്രത. 5 പറഞ്ഞിട്ടുണ്ട്, 2 തെറ്റായിരുന്നു. നമുക്ക് അടുത്ത ആളുടെ കേട്ടാലോ? അടുത്ത ആള് പറഞ്ഞോ. ഉപവി, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. 10 പറഞ്ഞിട്ട് ഐറിനാണ് അടുത്തായിട്ട് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത്. നല്ലൊരു കൈയടി കൊടുത്തേ. നമുക്ക് ഐറിൻ ആരാണ്, എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണ്ടേ? നിങ്ങൾക്കും ഒരു ആകാംക്ഷയൊക്കെ ഇല്ലേ? ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. അതോടെ നമുക്ക് ആ ഒരു പ്രൊഫൈൽ ഒന്ന് കണ്ടാലോ? ഹായ്, ഞാൻ ഐറിൻ. ഇതെന്റെ നാടാണ്. പ്രകൃതിയുടെ പച്ചവിരിപ്പിന് മുകളിൽ യന്ത്രക്കാടുകൾ കൊണ്ട് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന ഈ കാലത്ത് പച്ചയെ മറക്കാതെ പഴമയെ മറക്കാത്ത ഒരു പറ്റ ആളുകൾ വസിക്കുന്ന വയനാട്. ഇതാണ് എൻ്റെ ഇടവക ദേവാലയം, നടവേൽ ഹോളി ക്രോസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയം. ഇവിടെ തങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഈ ദേവാലയം ശ്രദ്ധാകേന്ദ്രമാക്കിക്കൊണ്ട് എന്നും ഇങ്ങോട്ട് കടന്നു വരുന്ന ഒരു പറ്റം ജനങ്ങളാണുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 1200 കുടുംബങ്ങൾ.
അതിലെ ഒരു കൊച്ചു കുടുംബമാണ് എൻ്റെ കുടുംബം. അയറിൻ്റെ പ്രൊഫൈൽ നമ്മൾ കണ്ടു. അയറിന് ആരാണ് ഇങ്ങനെയാണെന്ന് കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് കിട്ടി. പക്ഷെ കൂടുതലായിട്ട് നമുക്ക് കുറച്ചുകൂടെ അയറിനെ അറിയണം. അതിന് മുൻപ് നമുക്ക് ഗെയിം തുടങ്ങണം. അതിൻ്റെ ഇടയിലല്ലേ ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമുക്ക് അയറിനെ കൂടുതലായിട്ട് അറിയാം. അയറിൻ, അങ്ങനെയാണെങ്കിൽ പ്രേക്ഷിത വാഹനത്തിൽ കയറാം. ഓടിക്കയറിക്കോ. ഗെയിമിന്റെ റൂൾസ് എല്ലാം അറിയാലോ? 4 റൗണ്ടാണ് നമുക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ ജെറുസലേം റൗണ്ട്, ജെറിക്കോ റൗണ്ട്, അഡ്ജൻഡേഴ്സ് റൗണ്ട്, മാർഗം റൗണ്ട്, 4 റൗണ്ടാണ് നമുക്കുള്ളത്. ഈ 4 റൗണ്ടിൽ ഏതാണ് ആദ്യം ചൂസ് ചെയ്യാൻ പോകുന്നത്? അഡ്ജൻഡേഴ്സ്. തോമസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജൻഡേഴ്സ് റൗണ്ട്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻ ഉണ്ട്, സെന്റ് തോമസ്, മിഷൻ. സെന്റ് തോമസ് എന്ന ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. ഏതാണ് ഒപ്റ്റ് ചെയ്യുന്നത്? മിഷൻ. മിഷൻ ആണ് അയറിന് ഒപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. മൈലാപ്പൂർ സ്ഥിതി ചെയ്യുന്ന സീറോ മലബാർ രൂപത ഏത്? 4 ഓപ്ഷനാണുള്ളത്. ഹൊസൂർ, ഉജ്ജയിൻ, സാഗർ, ബിജ്നോർ. ഓപ്ഷൻ എ ഹൊസൂർ. ഹൊസൂർ ഉറപ്പാണ്. ഇപ്പോൾ മൈലാപ്പൂർ സ്ഥിതി ചെയ്യുന്ന സീറോ മലബാർ രൂപത ഹൊസൂർ എന്നാണ് ഐറിൻ പറഞ്ഞിട്ടുള്ളത്. ചെക്ക് ചെയ്യാം അല്ലേ? ചെക്ക് ചെയ്യാം. ഹൊസൂർ. കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. ആദ്യത്തെ ചോദ്യം ശരിയാക്കി. ഇപ്പൊ ഒരു ധൈര്യമായില്ലേ? കുറച്ച് ധൈര്യം. ഈ റൗണ്ടിൽ ഇനി ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. അപ്പോഴേക്കും കുറച്ചുകൂടെ ധൈര്യമാവും. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലേക്കുള്ള തന്റെ 2ാമത്തെ യാത്രയിൽ തോമസ് ലീഹ വന്നിറങ്ങിയ തുറമുഖം ഏതാണ്? മുസിരീസ്. മുസിരീസ്. തോമസ് ലീഹ എത്ര പ്രേക്ഷിത യാത്ര നടത്തിയിട്ടുണ്ടെന്ന്? 2 പ്രേക്ഷിത യാത്ര. 2 പ്രേക്ഷിത. അപ്പൊ 2ാമത്തെ പ്രേക്ഷിത യാത്രയിൽ തോമസ് ലീഹ വന്നിറങ്ങിയത് മുസിരീസ് ആണ്. ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ആൻസർ ചെക്ക് ചെയ്താലോ? ആൻസർ ചെക്ക് ചെയ്യാം. മുസിരീസ് ഉത്തരം ശരിയാണ്. ആദ്യത്തെ അഡ്ജൻഡേഴ്സ് റൗണ്ടിലെ 2 ചോദ്യങ്ങളും ശരിയാക്കിയിരിക്കുകയാണ് അല്ലേ? ചെറിയൊരു ടെൻഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ചാടി 2ന്റെ ഉത്തരവും പറഞ്ഞു. 2 ഉത്തരവും ശരിയാക്കി. സമ്മാനം വേണ്ടേ? ആ സമ്മാനവും നമുക്കങ്ങ് കൊടുത്തേക്കാം. അയറിൻ, എന്താ ചെയ്യുന്നത്? ഞാൻ ഡിഗ്രി 2nd ഇയർ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ പപ്പ, മമ്മി, ഒരു അനിയൻ, അനിയത്തി, അമ്മമ്മ. അവരെല്ലാരും വന്നിട്ടുണ്ടോ? ഇല്ല, ആരും വന്നില്ല. ആരും വന്നിട്ടില്ല? ഇല്ല. എല്ലാരും വീട്ടിലിരുന്ന് അയറിന് വേണ്ടി മുട്ടിപ്പാടി പ്രാർത്ഥിക്കാണ്. പ്രാർത്ഥിക്കാണ്. എന്താണ് അയറിന്റെ ഹോബീസ് ഒക്കെ? എൻ്റെ ഹോബീസ് എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്, ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? അതെ, 2ാമത്തെ റൗണ്ട്. 3 റൗണ്ടാണ് അവശേഷിക്കുന്നത്. ഏത് റൗണ്ടാണ് ഐറിൻ ചൂസ് ചെയ്യുന്നത്? മാർഗം റൗണ്ട്. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. ഈ റൗണ്ടിൽ 2 വിശുദ്ധരെ കാണിക്കും. അതിൽ ആരെയാണ് ഇഷ്ടമെന്ന് അയറിന് ചൂസ് ചെയ്യാം. നമുക്ക് നോക്കാം ആരെയാണ് കാണിക്കുന്നതെന്ന്. വാഴ്ത്തപ്പെട്ട റാണി മരിയ, വിശുദ്ധ എവുപ്രാസിയാമ്മ. ഇവർ 2 പേരിൽ ആരെയാണ് അയറിന് കൂടുതൽ ഇഷ്ടം? വിശുദ്ധ എവുപ്രാസിയാമ്മ. അങ്ങനെയാണെങ്കിൽ ചോദ്യം നോക്കിയാലോ? നോക്കാം. ചോദ്യം ഇതാണ്: എവുപ്രാസിയാമ്മയുടെ ഭൗതിക ശരീരം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻസ് ഇല്ല, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആദ്യത്തെ റൗണ്ടിലെ സമ്മാനം മേടിച്ചു. ഈ റൗണ്ടിൽ നമുക്ക് സമ്മാനം മേടിക്കണ്ടേ? എവിടെയോ ഓർമ്മയുണ്ട്, പക്ഷെ ഞാൻ ഒന്നും കൂടിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓഡിയൻസിനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചാലോ? ആരോടെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചാലോ? നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അവിടെ ആ ചേച്ചി ദേ കുറെ നേരെ കൈപൊക്കി പിടിച്ചിരിക്കുകയാണ്. ആൻസർ അറിയാം. അങ്ങനെയാണെങ്കിൽ ഓടിപ്പോരെ. നല്ലൊരു കൈഡ് ചേച്ചിക്ക് കൊടുത്തേ. ഒല്ലൂർ ആണെന്ന് തോന്നുന്നു. ഒല്ലൂർ ആണെന്ന് തോന്നുന്നു എന്ന്. ശരിയായിരിക്കോ? എന്നാലും നമുക്ക് ആൻസർ നോക്കാം. ഒല്ലൂർ മഠത്തിലാണ്. ഉത്തരം ശരിയാണ്. ചേച്ചിയാണ് ആൻസർ ശരിയായി പറഞ്ഞത്. ആ സമ്മാനം നമുക്ക് ചേച്ചിക്ക് കൊടുത്താലോ? അങ്ങനെ അയറിൻ തന്നെ ആ സമ്മാനം എടുത്ത് ചേച്ചിക്ക് കൊടുത്തു.
നമ്മുടെ ഐറിൻ 2 റൗണ്ടിങ്ങിന് അവസാനിച്ചു. നമ്മുടെ ഓഡിയൻസിൽ നിന്ന് ഒരാൾ വന്ന് ഐറിൻ്റെ ഒരു സമ്മാനവും കൊണ്ടുപോയി. അപ്പോൾ ഓഡിയൻസിന് ഒരു ആഗ്രഹം ഉണ്ടാവും, ആ ചേച്ചിക്ക് മാത്രമല്ല ഞങ്ങൾക്കും സമ്മാനം മേടിക്കണം. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്കും ചാൻസ് കിടക്കാണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓഡിയൻസിനായിട്ടുള്ള ചോദ്യം ഇതാണ്: നടവയലിലെ ഇപ്പോഴുള്ള പള്ളി വെഞ്ചരിച്ചത് ആരാണ്? നടവയലിലെ ഇപ്പോഴുള്ള പള്ളി വെഞ്ചരിച്ചത് ആരാണ്? ആദ്യ കൈപൊക്കി ചേച്ചിയോട് കൈപൊക്കി വേഗം വാ ഇങ്ങോട്ടേക്ക്. മാർ ജേക്കബ് തൂങ്കുഴി. മാർ ജേക്കബ് തൂങ്കുഴി. ഉറപ്പാണോ? ഉറപ്പാണെന്നാ പറയുന്നത്. വേറെ ആർക്കെങ്കിലും ആൻസർ? വേറെ എന്തെങ്കിലും ആൻസർ? അങ്ങനെയായി നമുക്ക് ഉത്തരം നോക്കിയാലോ? നടവയലിലെ ഇപ്പോഴുള്ള പള്ളി വെഞ്ചരിച്ചത് കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആദ്യ കർദിനാലാണ്. അപ്പം ചെറുതായിട്ടൊന്ന് ആൻസർ തെറ്റിപ്പോയി. സാരില്ലല്ലോ, വിഷമമൊന്നുമില്ല. ഞങ്ങൾ കുറേ നേരം ഇവിടെ നിൽക്കുന്നു. ആ സമ്മാനം ഞങ്ങൾ എടുത്തോളാം. ശരി, എന്നാ ചേച്ചിക്കൊരു കയ്യടി കൊടുത്തേ. അങ്ങനെ ഒരു ഓഡിയൻസ് റൗണ്ട് കൂടെ അവസാനിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അവശേഷിക്കുന്നത് 2 റൗണ്ടാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഏതാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്? ജെറുസലേമോ ജെറീക്കോയോ? ജെറുസലേം. സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ജെറുസലേം റൗണ്ടിലുള്ളത്. നമുക്ക് ചോദ്യം കണ്ടാലോ? ചോദ്യം ഇതാണ്: തോമസ് ലീഹായുടെ കാലം മുതൽ വാസ്കോഡി ഗാമയുടെ വരവ് വരെ കേരള സഭാ ചരിത്രത്തെ ഇരുളടഞ്ഞ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്ത്? 4 ഓപ്ഷനാണ് നമുക്കുള്ളത്. പ്രാമാണിക സ്രോതസ്സുകളുടെ വിരളത, പാശ്ചാത്യ അധിനിവേശം, സഭാഭരണത്തിലുള്ള പോരായ്മകൾ, പ്രാദേശിക അഭിപ്രായ വ്യത്യാസങ്ങൾ. ഓപ്ഷൻ എ, പ്രാമാണിക സ്രോതസ്സുകളുടെ വിരളത. പ്രാമാണിക സ്രോതസ്സുകളുടെ വിരളത കാരണമാണ് തോമസ് ലീഹയുടെ കാലം മുതൽ വാസ്കോഡി ഗാമയുടെ വരവ് വരെയുള്ള കാലഘട്ടത്തെ ഇരുളടഞ്ഞ കാലഘട്ടം എന്ന് പറയാൻ കാരണം. ഉറപ്പാണ്? ഉറപ്പാണ്. ആൻസർ ചെക്ക് ചെയ്യാം. പ്രാമാണിക സ്രോതസ്സുകളുടെ വിരളത. ഉത്തരം ശരിയാണ്. ഈ റൗണ്ടിലെ ആൻസർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. നമുക്ക് നോക്കാം ചോദ്യം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 16-ാം നൂറ്റാണ്ട് വരെ സഭാ ചരിത്ര സ്രോതസ്സുകൾ വിരളമാകാൻ കാരണങ്ങൾ ഏവ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ്. എന്താണ് ഉത്തരം? എനിക്ക് ഉറപ്പില്ല, പക്ഷെ വായിച്ചതായിട്ട് തോന്നുന്നത് ഗതാഗത തടസ്സം മൂലമുണ്ടായ കുരുക്ക് എന്നുള്ളതാണ്. നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ചരിത്രം എഴുതി സൂക്ഷിക്കുന്നതിൽ പൗർവികർ കാണിച്ച വിമുഖത, ഉദയം പേരൂർ സൂനഹദോസിന് ശേഷം നെസ്തോറിയൻ എന്ന മുദ്രയടിച്ച സുറിയാനി ഗ്രന്ഥങ്ങൾ നശിപ്പിക്കപ്പെട്ടത്. ഇങ്ങനെ 2 കാരണങ്ങൾ കാരണമാണ് സഭാ ചരിത്ര സ്രോതസ്സുകൾ വിരളമായിരുന്നു എന്ന് പറഞ്ഞത്. എന്തായാലും ഐറിനും ഇതൊരു നല്ല അറിവാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാലും നല്ലൊരു കയ്യടി കൊടുത്തേ. ഒരു മാർഗം കളിയാണ് നമുക്ക് ഇനി നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കാനായിട്ട് വരുന്നത്. പക്ഷെ ഈ മാർഗം കളിക്കൊരു പ്രത്യേകതയില്ലേ? പ്രത്യേകതയെ ഈ മാർഗം കളിയിൽ പാടാനായിട്ട് വരുന്നത് നമ്മുടെ ഐറിൻ തന്നെയാണ്. ഇപ്പം എല്ലാവർക്കും സങ്കടമൊക്കെ പോയില്ലേ? ഒരു ഉത്തരം തെറ്റിച്ചെങ്കിലും ഐറിൻ തന്നെ പാടിക്കൊണ്ട് അടുത്തതായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് ഒരു മാർഗം കളിയാണ്. വളരെ സ്നേഹത്തോടെ നടവയൽ ഹോളി ക്രോസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ചിലെ കുട്ടികളെ വളരെ സ്നേഹത്തോടെ തന്നെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. മേക്കണേ ദാ പീലിയൂ മായിൽ മേൽ തോന്നും മേനിയും തേതേ പിടിത്തതണ്ടും കൈയും മേയും എന്നേക്കും വാഴ്കവേ തേതേ വാഴ്ക വാഴ്ക നമ്മുടെ പാരീക്ഷയെല്ലാം
ചൊല്ലുക മാർത്തോമൻ തേരെ പട്ടുടൻ പാണിപ്പുടവ പവിഴമുത്തു മാലയും തിതയലങ്കരിച്ച പന്തലിൽ വന്നിടുന്തരുൾക മാർത്തോമൻ തിതയലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം മാർത്തോമൻ തിതയലങ്കരിച്ച പന്തലിൽ വന്നരുൾ തരെ താകൃകുതീകത്താതി മൃതത്തേ അരുൾ ചെയ്താചാരമേ എങ്ങു നിന്നേന്നും ഒരിത്തെ അറിഞ്ഞു മാതേന്തുമ്പോ മുതലേ തേന്നും ഒരിത്തെ പിതാമീതു നീയറിവാൻ അരച്ചെഞ്ചോഴൻ ഒരിത്തെ വിധി വിഷയം പ്രതിയായി അടിയാർ വന്നു ഒരിത്തെ കഴിവാതിനൗവനമേ എന്നരുൾ ചെയ്യുവാൻ ഒരിത്തെ കരുത്തിയ തേന്നോരുവ വഴിയെ പോവാൻ ഒരിത്തെ ഇവ നീതു ചൊന്നതിനോ ഉത്തരമൻപായി ഒരിത്തെ ഇടം വാരുമാറുൾ ചിതിതു മാറാൻ ഒരിത്തെ ഇടമാതിൽ നിന്നരകായി നടിക മുന്നേ ഒരിത്തെ ഇടമാതിൽ നിന്നരകായി ബച്ച താകൃകുതിത്തേകതിത്തേകതീയത്തേ മരമുടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പണിച്ചെമ്പുമിരുമ്പും മറ്റും പാലാവക വീണ്ടും പണികൾ ഇന്ത്യതത്തകതീതകതീതകതീതകതീതോ മഹിമയുടരുളികളെല്ലാം ചെയ്യും മനുവിനതിത്തത്തത്തികതത്താം തികതകതകതകതകതത്താകൃതിത്തത്താകൃതികതത്താകൃ ഇന്ത്യതിത്താതിത്താതിവൃതത്തി ഇന്ത്യതത്താതത്തത്തകതീതകതീതകതീതോ ഇമ്പമുടരുളികൾ തിരുമനസാലെ ഈർവഴി ഇത്തരമുത്തരമായുള്ള വചനം ഇച്ചവരും പടി കരുതിയുറച്ച് തക്കിടകൃതി തായ്ക്ക് തകതം തിക്കിടകൃതി തായ്ക്ക് തകതം തക്കിടകൃതക തിക്കിടകൃതക തക്കിത്തേതാ തളാങ്ക് തിരകൃതി ഇന്ത്യതത്താതത്തകതീതകതീതകതീതകതീതും വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ തക്കിടകൃതക 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 തീ തകതാ 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 തീ തിക്കിടകൃതക 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 തീ തികിതാ 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 തീ തക്കിടകൃതക തീ ആ തകതാ തീ തിക്കിടകൃതക തീ ആ തികിതാ തീ തക്കിടകൃതക തിക്കിടകൃതക തക്കിത്തേതാ ഇന്ദത്താങ്കട തീ 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 ഇന്ദത്താങ്കട തക്കിടകൃതക തീ വിഷമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ വിധി പോലെ വാതാകൃതി തത്തത്താതിത്താതി മൃതത്തീ ഇന്നിവയെല്ലാം കണ്ണു നീരാലേ തുമായുണർത്തിച്ച നേരം തിതേ എങ്ങും വീളങ്ങുന്ന നായൻ മീശിഹ പിതരുൾ ചെയ്യുവാൻ തുടങ്ങി തിതേ നീ ഒരുവൻ താൻ എന്നൊരു ചിന്ത ഉൾനീനക്കാഴൽ വേണ്ടാതിതേ നിന്നോട് കൂടെ ഞാനുണ്ട് കൂട്ട് നീ പോകും നാടതിലെല്ലാം തിതേ മനുഷ്യരെല്ലാ ജാതികളും പിന്നെ മൽപ്പിയും ജന്തുക്കളല്ലോ തിതേ മനുഷ്യരെല്ലാ ഹിന്ദുവിൽ നിന്ന് പരനീനക്കാഴൽ വേണ്ടാതിതേ നിന്നോടെ വാക്കും നീനവുകളും നോക്കും പക്ഷെ അറിഞ്ഞു തകീടും തിതേ നിന്നവെല്ലാം ഇന്നിനവല്ലോ നീ ഉറയ്ക്കാകുലം വേണ്ടാതിതേ എന്നതിനാലിപ്പം ഞാൻ ഇന്ന് നിന്നെയും വിറ്റുവില വാങ്ങി എന്നാൽ തിതേ എഴുമൊഴികളെയും തികപ്പാനായി ചുറ്റുകൊടുക്കുന്നു വേറെ തിതേ ഈ മൊഴിയാവാൻ കേട്ടുണരും പിന്നെ അതിപേരിയോ തകൃതിയ തിന്തകതിന്തത്തേ മനഗുണമുടയവൻ അരുളാൻ വാനവർ മഹിമയോടെ എത്തിയാണഞ്ഞുടനെ ഇതിത്തി മൃതല നിരികിടും അതിലൊരു നേരതിൽ മംഗളമായവർ കുകീച്ച് ഇതിത്തി കൈക്കൊണ്ടവരൊരു ഞൊടിയലവാൽ ചെന്നറിയിച്ചവർ ചിന്നമലയ്ക്ക് ഇതിത്തി കരുണയൊടിതു വഴി ചൊൽവതിനഴകാൽ അങ്ങുമിങ്ങും മനം ചുടിവരിച്ച് ഇതിത്തി നമ്മുടെ പലവ കിന്നരമഴകാൽ നന്തുണി ഇപ്പോൾ പലതരമേ തീ തകതക തീ തകതക തീ തകതക തീ നന്മ വരും വകുപ്പലവരെഴുത്തു നന്മ മലക്കൾ പുലമ്പീത്തി തീ തകതക തീ തകതക തീ തകതക തീ ഉടമ്പിൽ നിന്നുയരെടുത്ത ആകാശേ ഉയരവരിപ്പിടം പുകീച്ച് ഇതിത്തി വച്ച് തനമിത് മക്കളും മനതിന് മരള വഴിക്ക് നടപ്പവരെ തീ തകതക തീ തകതക തീ തകതക തീ വൻവിനിഴിയ പെരിയവനത് വഴി നടമുടി
തീ തക തക തീ തീ തക തക തീ തീ തക തക തീ 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 തിത്തത്ത തികതത്താം തികതക തികതക തികതത്താകൃ തിത്തത്താകൃ തികതത്താകൃ ഇന്തി തിത്ത തിത്ത തിമൃതത്തി. ആ ആൻസർ തെറ്റിയതിന്റെ വിഷമൊക്കെ പോയി കുറച്ചുകൂടെ ഡബിൾ എനർജറ്റിക് ആയി. അങ്ങനെയാണെങ്കിൽ അടുത്ത റൗണ്ട് നോക്കിയാലോ? അവശേഷിക്കുന്നത് വിഷ്വൽ റൗണ്ടായ ജെറീക്കോ റൗണ്ടാണ്. ഒരു വീഡിയോ പ്ലേ ചെയ്യും. ആ വീഡിയോയിൽ നിന്നായിരിക്കും ഐറിനുള്ള ചോദ്യം വരുന്നത്. വളരെ ശ്രദ്ധാപൂർവം ഇരിക്കുക. അവിടെ ഒരു റൈറ്റിംഗ് പാഡും പെന്നും വെച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം അതിൽ നോട്ട് ചെയ്തെടുക്കുക. അതിൽ നിന്നായിരിക്കും ചോദ്യം വരുന്നത്. റെഡിയല്ലേ? സഭയുടെ അസ്തിത്വം അടങ്ങിയിരിക്കുന്നത് അവളുടെ പ്രേക്ഷിത സ്വഭാവത്തിലാണ്. അതുകൊണ്ട് ദൈവത്തിൽ ഒരു ജനത എന്ന നിലയിൽ ഈ പ്രേക്ഷിത മാസാചരണത്തിന്റെ 4 മാനങ്ങളിലേക്ക് പാപ്പ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. അതിൽ ആദ്യത്തേത് ക്രിസ്തുവുമായി ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കുകയാണ്. അത് സാധ്യമാക്കേണ്ടത് വിശുദ്ധ കുർബാനയിലൂടെയും ബൈബിൾ വായനയിലൂടെയും വ്യക്തിപരവും സാമൂഹികവുമായ പ്രാർത്ഥനയിലൂടെയുമാണ്. രണ്ടാമത്തേത് വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും ധീര മിഷണറി സാക്ഷ്യങ്ങൾ മാതൃക ആക്കുക എന്നതാണ്. മൂന്നാമത്തേത് പ്രേക്ഷിത പരിശീലനം നേടുക എന്നതാണ്. വിശുദ്ധ ഗ്രന്ഥ, മതബോധന, ദൈവശാസ്ത്ര, ആധ്യാത്മിക പരിശീലനം ഈ രംഗത്ത് നേടിയെടുക്കേണ്ടത് ആവശ്യമാണ്. നാലാമതായി തിരുസഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമായ ഉപവി പ്രവർത്തനത്തിൽ പങ്കുചേരുക എന്നതാണ്. അതുകൊണ്ട് വ്യക്തികൾ എന്ന നിലയിലും സഭാ സമൂഹത്തോട് ചേർന്നും നമുക്ക് നമ്മുടെ ജ്ഞാനസ്നാന കടമ, ഈശോ നമുക്ക് നൽകിയ പ്രേക്ഷിത കൽപ്പന, അതിന്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ പരിശ്രമിക്കാം. ഏതായിരിക്കും ചോദ്യം വരിക എന്ന് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? ചെറുതായി നോട്ട്സ് ഒക്കെ എഴുതിയെടുത്തിട്ടുണ്ട്. ഉണ്ട്. മിക്കവാറും അതിൽ നിന്നുള്ള ചോദ്യമൊക്കെ ആയിരിക്കും. നമുക്ക് പ്രതീക്ഷിക്കാം എളുപ്പമുള്ള ഒരു ചോദ്യം തന്നെ ആയിരിക്കട്ടെ. ചോദ്യം കണ്ടാലോ? സഭയുടെ അസ്തിത്വം അടങ്ങിയിരിക്കുന്നത് അവളുടെ ഏത് സ്വഭാവത്തിലാണ്? അതാണ് ചോദ്യം. പ്രേക്ഷിത സ്വഭാവത്തിൽ. പ്രേക്ഷിത സ്വഭാവത്തിൽ. ഉറപ്പാണ്? ഉറപ്പാണ്. ഐറിൻ ചാടി ആൻസർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആൻസർ നോക്കാം. സഭയുടെ അസ്തിത്വം അടങ്ങിയിരിക്കുന്നത് അവളുടെ പ്രേക്ഷിത സ്വഭാവത്തിലാണ്. ഉത്തരം ശരിയാണ്. ഈ റൗണ്ടിൽ ഒരു ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ചോദ്യം ശരിയാക്കിയിട്ടുണ്ട്. സമ്മാനം വേണ്ടേ? സമ്മാനം നമുക്ക് ഐറിന് കൊടുക്കാം. അങ്ങനെ ഐറിൻ്റെ 4 റൗണ്ട് കഴിഞ്ഞു. പക്ഷെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അതിന് മുൻപായിട്ട് നമ്മുടെ ഓഡിയൻസിന് ഒരു ചാൻസ് കൊടുക്കണ്ടേ? ഒരു മാർഗങ്ങളൊക്കെ കണ്ട്, അതുപോലെ നമ്മുടെ ഐറിൻ്റെ വളരെ മനോഹരമായ പാർട്ടിസിപ്പേഷനൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം അവർക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു ഓഡിയൻസ് ക്വസ്റ്റ്യൻ. ചോദ്യം ഇതാണ്: നടവയിൽ സെന്റ് തോമസ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായും ഒപ്പം ഇടവക വികാരിയായും സേവനം ചെയ്യുകയും റോഡുകൾ, പനമരം പാലം ഉൾപ്പെടെ നിരവധി വികസനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വൈദികൻ ആര്? നമ്മുടെ ഇടവക ജനങ്ങൾ തന്നെയാണ് ഇരിക്കുന്നത്. അവിടെ ഒരാൾ കൈപൊക്കി. ഒരു കൊച്ചു മിടുക്കനാണ് കൈ പൊക്കിയിരിക്കുന്നത്. ഓടിപ്പോരെ. നല്ല കൈയടി നമ്മുടെ കൊച്ചു മിടുക്കൻ നമുക്ക് കൊടുക്കാം. ഫാദർ ജോൺ മണ്ണിനാൽ. ഉറപ്പാണോ? സിസ്റ്റർ കൈയടി തുടങ്ങി. അവിടെ സിസ്റ്റർ കൈ ഇങ്ങനെ പിടിച്ചേക്ക, കൈ അടിക്കാൻ തയ്യാറായിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കാണ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേക്കും ആൻസർ കറക്റ്റ് ആണ്. ഫാദർ ജോൺ മണ്ണനാൽ. അപ്പൊ സമ്മാനം കൊടുക്കാം. അങ്ങനെ ദേ ഒരു കൊച്ചു മിടുക്കൻ വന്ന് സിമ്പിളായിട്ട് ആൻസർ പറഞ്ഞ ആ സമ്മാനം കൊണ്ട് പോയി. എനിക്ക് നല്ല അത്ഭുതം തോന്നുന്നേ. നമ്മുടെ ഇടവകയുടെ ചരിത്രം ഒരു കൊച്ചു മിടുക്കൻ നമുക്ക് പറഞ്ഞു തരാൻ വന്നു. പക്ഷെ എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം സിസ്റ്ററൊക്കെ ആദ്യം തന്നെ കൈയടിച്ചു, അവൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെയുള്ള ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ് അടുത്തതായിട്ട് ഐറിനെ കാത്തിരിക്കുന്നത്. ആ ചോദ്യം നോക്കാം. വിശുദ്ധ അഗസ്റ്റിനോസിന്റെ നാമധേയത്തിൽ നെല്ലിയമ്പത്ത് കപ്പേള സ്ഥാപിക്കപ്പെട്ടത് എന്ന്? ആലോചിച്ച് നോക്കിക്കോ. നന്നായിട്ട് ആലോചിച്ച് നോക്കിയിട്ട് ഇത്രയും പറഞ്ഞാൽ മതി. ഏകദേശം വർഷം എനിക്ക് ഓർമ്മയില്ല, കൃത്യമായിട്ട് വർഷം ഓർമ്മയില്ല. അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം നമുക്ക് ഓഡിയൻസിന് പാസ് ചെയ്താലോ? ആർക്കെങ്കിലും ഉത്തരം അറിയോ?
ചരിത്രമൊക്കെ അറിയാൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ സമ്മാനം ഞങ്ങൾ എടുക്കും. ഭയങ്കരമായൊരു ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞു മക്കൾ വളരെ ആകാംക്ഷയോടെ നിങ്ങളെ നോക്കുന്നേ ഉത്തരം പറയുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ? അവർ പറയുന്നില്ല, ഞങ്ങൾ എടുക്കുവാൻ സമ്മാനം. ആ ഉത്തരം ഒന്ന് പറഞ്ഞു കൊടുത്തേരെ. വിശുദ്ധ അഗസ്തിനോസിന്റെ നാമധേയത്തിൽ നെല്ലിയമ്പത്ത് കപ്പേള സ്ഥാപിക്കപ്പെട്ടത് 1957. ഒരു കയ്യടി തന്നെ ഞങ്ങളെ ആൻസർ പറഞ്ഞില്ലേ? അപ്പൊ ആ സമ്മാനം നമുക്ക് തന്നെ. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഐറിന് പറയാൻ പറ്റാത്ത ഉത്തരം ഓഡിയൻസിനും പറയാൻ പറ്റുന്നില്ല. ഐറിന്റെ സങ്കടം മാറിയില്ലേ? അത് കേട്ടപ്പോൾ ഐറിന്റെ സങ്കടം മാറി. ഇനി നമുക്കൊരു കാര്യം ചെയ്താലോ? ആ സമ്മാനങ്ങളൊക്കെയായി പ്രേക്ഷിത വാഹനയിൽ നിന്ന് ഇറങ്ങിക്കോളൂ. ഐറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഐറിന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെയാണ്. അപ്പോൾ ഐറിന് നമുക്ക് ഗിഫ്റ്റ് ബാഗും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും കൊടുക്കാം. നല്ലൊരു കൈയടി ഐറിന് വേണ്ടിയൊന്ന് കൊടുത്തേ. ഐറിൻ സമ്മാനങ്ങളുമായിട്ട് നമ്മുടെ പ്രേക്ഷിത വാഹനിൽ നിന്നും പോയിട്ടുണ്ട്. 2 പാർട്ടിസിപ്പന്റ് കൂടിയാണ് നമ്മളെ കാത്തു നിൽക്കുന്നത്. പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണ്ടേ? ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കുക. സങ്കീർത്തനങ്ങളിൽ പറയുന്നു, നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവം, നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്നുയർത്തി ആനന്ദത്തിന്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. ദൈവം ആഗ്രഹിക്കുന്നവയെ സ്നേഹിക്കാനും ദൈവം ഇഷ്ടപ്പെടാത്തതിനെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനും നാം ശ്രമിക്കണം. ഭൗതികമായ ഉയർച്ചയേക്കാൾ അപ്പുറം ആത്മീയമായ ഉയർച്ച ഉറപ്പായും നമ്മെ തേടിയെത്തും. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സാന്റോ മിഷൻ ക്രിസ്റ്റേമെന്റ്. This is Sinu. This is Likita. Signing off. Thank you. പ്രേഷിതവാഹിനി വന്നിടാ പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ